പ്രിയമുള്ളവരെ, ഏവർക്കും സ്കൂളിംഗ് ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. LBS, BSc നഴ്സിംഗ് അതുപോലെ വിവിധ പാരാമെഡിക്കൽ കോഴ്സുകളിൽ അഡ്മിഷൻ ലഭിക്കുന്ന വിദ്യാർത്ഥികൾ എത്ര തുകയാണ് ഫീസായിട്ട് ഗവൺമെന്റ് കോളേജിലും സെൽഫ് ഫിനാൻസ് കോളേജിലും നൽകേണ്ടി വരിക എന്നുള്ള കാര്യമാണ് ഈ ഒരു വീഡിയോയിൽ വിശദീകരിക്കുന്നത്. കൂടാതെ ആർക്കെല്ലാമാണ് ഫീസ് ഇളവ്, ഏതെല്ലാം വിഭാഗങ്ങൾക്കാണ് ഗവൺമെന്റ് കോളേജിലും സെൽഫ് ഫിനാൻസ് കോളേജിലും ഫീസ് ഇളവ് ലഭിക്കുക, കൂടാതെ എപ്പോഴാണ് നിങ്ങൾ ഈ ഒരു തുക നൽകേണ്ടി വരിക എന്നീ കാര്യങ്ങളെല്ലാം ഈ ഒരു ചെറിയ വീഡിയോ വഴി നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. ആദ്യം നമുക്ക് ഗവൺമെന്റ് കോളേജുകളുടെ കാര്യം നോക്കാം. ഗവൺമെന്റ് കോളേജിലാണ് നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുന്നത് എങ്കിൽ വ്യത്യസ്ത കോഴ്സുകൾക്ക് 20,860 രൂപ മുതൽ 23,170 രൂപ വരെ നിങ്ങൾ ഫീസ് നൽകേണ്ടി വരുന്നതാണ്. അലോട്ട്മെന്റ് ലഭിച്ചാൽ 1-2 ദിവസങ്ങൾക്കകം അത് പേയ്മെന്റ് നടത്താനുള്ള സൗകര്യം ഓൺലൈനിൽ ഉണ്ടാകുന്നതാണ്. ആ സമയത്തിനകം ഈ ഒരു തുക പൂർണ്ണമായിട്ടും നിങ്ങൾ നൽകേണ്ടതാണ്. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ലഭിച്ച സീറ്റ് നഷ്ടപ്പെടും എന്ന് മാത്രമല്ല, പിന്നീടുള്ള അലോട്ട്മെന്റുകളിലേക്ക് നിങ്ങളെ പരിഗണിക്കുന്നതുമല്ല. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, SC, ST, OEC, ഹിന്ദു OBCയിൽ വരുന്ന 30ഓളം ജാതീയ വിഭാഗങ്ങൾ, ഫിഷർമെൻ രജിസ്ട്രേഷൻ ഉള്ളവരുടെ മക്കൾ, ഇവരൊന്നും ഈ ഒരു വലിയ തുക നൽകേണ്ട ആവശ്യമില്ല. ഇവരിൽ കേവലം 1000 രൂപ മാത്രമാണ് പേയ്മെന്റ് നടത്തേണ്ടത്. 1000 രൂപ മാത്രം പേയ്മെന്റ് നടത്തിയാൽ മതിയാകുന്നതാണ്. പിന്നീട് നിങ്ങൾ കോളേജുകളിലേക്ക് പോകുമ്പോൾ എല്ലാ വിഭാഗം വിദ്യാർത്ഥികളും അവിടെ ചിലപ്പോൾ ഒരു PTA ഫണ്ട് നൽകേണ്ടി വന്നേക്കാം. അതുപോലെ നിങ്ങളുടെ ബുക്സ്, യൂണിഫോം, ഹോസ്റ്റൽ, ഇതിനുള്ള സൗകര്യങ്ങളുമായൊക്കെ ബന്ധപ്പെട്ട തുക നിങ്ങൾക്ക് എക്സ്ട്രാ ചിലവ് വന്നേക്കാം. ഈ 20,000, 23,000 രൂപ വരുന്നത് നിങ്ങളുടെ ട്യൂഷൻ ഫീസും സ്പെഷ്യൽ ഫീസുമാണ്. പിന്നെ മറ്റൊരു കാര്യം, എല്ലാ വിഭാഗത്തിൽ വരുന്ന വിദ്യാർത്ഥികൾക്കും ഏത് കാസ്റ്റ് ആയാലും, ഏത് കാറ്റഗറി ആയാലും, ഏത് റിലീജിയൻ ആയാലും നിങ്ങളുടെ കുടുംബ വാർഷിക വരുമാനം 1 ലക്ഷത്തിൽ താഴെയാണ് എങ്കിൽ നിങ്ങൾക്ക് ഗ്രാൻഡ് സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. അങ്ങനെ അപ്ലൈ ചെയ്ത് സ്കോളർഷിപ്പ് പാസ്സായാൽ നിങ്ങൾ നൽകിയിട്ടുള്ള തുക തിരികെ ലഭിക്കുന്നതായിരിക്കും. കൂടാതെ തുടർന്നുള്ള വർഷങ്ങളിൽ നിങ്ങൾ ഫീസ് നൽകേണ്ടി വരുന്നതുമല്ല. ഇത്രയും കാര്യങ്ങളാണ് ഗവൺമെന്റ് കോളേജുകളുടെ കാര്യത്തിൽ പറയാനുള്ളത്. ഇനി സെൽഫ് ഫിനാൻസ് കോളേജുകളുടെ കാര്യം പറയാം. സെൽഫ് ഫിനാൻസ് കോളേജ് എന്ന് പറഞ്ഞാൽ ഒരു സെൽഫ് ഫിനാൻസ് കോളേജിൽ 100 സീറ്റ് ഉണ്ട് എന്ന് കരുതുക. എങ്കിൽ അവിടെയുള്ള 50 സീറ്റുകളാണ് LBS സെന്റർ വെബ്സൈറ്റ് വഴി അഡ്മിഷൻ നടത്തുന്നത്. ബാക്കിയുള്ള 50 സീറ്റുകൾ മാനേജ്മെന്റ് കോട്ട സീറ്റുകളാണ്. അത് മറ്റു രീതിയിലാണ്. അതുമായെല്ലാം ബന്ധപ്പെട്ട വീഡിയോകൾ ചാനലിൽ തന്നെയുണ്ട്. അഡ്മിഷൻ സമയത്ത്, അപ്ലിക്കേഷൻ സമയത്ത് അതുമായി ബന്ധപ്പെട്ട കൂടുതൽ ഡീറ്റെയിൽസുകൾ അടങ്ങിയ വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്യപ്പെടുന്നതായിരിക്കും. ഈ 50% മെറിറ്റ് സീറ്റിലേക്കാണ്, 50% വരുന്ന മെറിറ്റ് സീറ്റിലേക്കാണ് LBS വഴി അഡ്മിഷൻ നടത്തപ്പെടുന്നത്. അങ്ങനെ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുകയാണ് എങ്കിൽ 80,000 രൂപ മുതൽ 1,03,025 രൂപ വരെ ഒരു വർഷത്തേക്ക് ഫീസ് വരുന്നുണ്ട്. നേരത്തെ പറഞ്ഞ ഗവൺമെന്റ് കോളേജിലെ ഫീസും ഒരു വർഷത്തേക്കാണ് പറഞ്ഞത്. തുടർ വർഷങ്ങളിലും നിങ്ങൾ ഫീസ് നൽകേണ്ടി വരുന്നത്. ആ ചെറിയ തുക ഇളവുണ്ടാകും എന്ന് മാത്രം. ഇനി സെൽഫ് ഫിനാൻസ് കോളേജിൽ ഞാൻ പറഞ്ഞു 80,000 രൂപ മുതൽ 1,03,025 രൂപ വരെ വ്യത്യസ്ത കോഴ്സുകൾക്ക് ഫീസ് വരുന്നുണ്ട്. ഇത് നിങ്ങൾ ഓരോ വർഷവും നൽകേണ്ടതാണ്. തുടർ വർഷങ്ങളിൽ ചെറിയ കുറവുണ്ടാവും. അലോട്ട്മെന്റ് ലഭിച്ചാൽ നിങ്ങൾ 25,000 രൂപ നൽകേണ്ടി വരുന്നതാണ്. 25,000 രൂപ ടോക്കൺ ഫീ ആയിട്ട് നൽകേണ്ടി വരുന്നതാണ്. ബാക്കി തുക അഡ്മിഷൻ സമയത്ത്, കോളേജിൽ അഡ്മിഷൻ സമയത്ത് ബാക്കി തുക പൂർണ്ണമായിട്ടും നൽകണം. നിങ്ങൾക്ക് അതിൽ ഇൻസ്റ്റാൾമെന്റുകളൊന്നും അനുവദിക്കുന്നതല്ല. ഇവിടെ ഫീസ് ഇളവ് ലഭിക്കുന്ന വിഭാഗങ്ങളുണ്ട്. SC വിഭാഗത്തിന് ഫീസ് ഇളവ് ലഭിക്കും, ST വിഭാഗത്തിന് ലഭിക്കും, OEC വിഭാഗത്തിന്, ഹിന്ദു OBC വിഭാഗത്തിലെ 30ഓളം ജാതി വിഭാഗത്തിന്, അതുപോലെ ഫിഷർമെൻ രജിസ്ട്രേഷൻ ഉള്ളവരുടെ മക്കൾ. ഫിഷർമെൻ രജിസ്ട്രേഷൻ ഉള്ള എല്ലാ വിഭാഗത്തിൽ വരുന്നവർക്കും, മുസ്ലിം വിഭാഗത്തിനും ക്രിസ്ത്യൻ വിഭാഗത്തിനും അതുപോലെ ഹിന്ദു ജനറൽ വിഭാഗത്തിൽ വരുന്നവർ വരെ ഈ ഒരു ഫിഷർമെൻ രജിസ്ട്രേഷൻ ഉള്ളവരുടെ മക്കളാണ് എങ്കിൽ, മത്സ്യത്തൊഴിലാളികളുടെ മക്കൾ, അതായത് ഈ ഫിഷറി സ്കോളർഷിപ്പുകളൊക്കെ ലഭിച്ചുകൊണ്ടിരിക്കുന്ന മക്കളാണ് എങ്കിൽ ഇവരെല്ലാവരും, ഈ പറഞ്ഞ വിഭാഗക്കാർക്ക് എല്ലാവരും സെൽഫ് ഫിനാൻസ് കോളേജിലും 1000 രൂപ മാത്രമാണ് ഫീസ് നൽകേണ്ടത്. ബാക്കി തുക അവർ നൽകേണ്ടി വരുന്നതല്ല. ഇവർക്കെല്ലാവരും 1000 രൂപ മാത്രം ഓൺലൈനിൽ ഫീ പേയ്മെന്റ് നടത്തിയാൽ മതിയാകുന്നതാണ്. പിന്നീട് കോളേജിൽ പോകുന്ന സമയത്ത് ബാക്കി തുക നിങ്ങൾ നൽകേണ്ടി വരുന്നതല്ല. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ PTA ഫണ്ടിലേക്കും അതുപോലെ തന്നെ നിങ്ങളുടെ ബുക്സ്, യൂണിഫോം, കൂടാതെ ഹോസ്റ്റൽ, ഇതുമായെല്ലാം ബന്ധപ്പെട്ട തുക നൽകേണ്ടി വരും. പക്ഷേ ഈ വിഭാഗം വിദ്യാർത്ഥികൾ ഗവൺമെന്റ് കോളേജിൽ അവർക്ക് അഡ്മിഷൻ ലഭിച്ചാലും സെൽഫ് ഫിനാൻസ് കോളേജിൽ അഡ്മിഷൻ ലഭിച്ചാലും 1000 രൂപ മാത്രമാണ് ഫീസ് വരിക. എല്ലാ വർഷവും അത് തന്നെ നൽകിയാൽ മതി.
പക്ഷെ ബാക്കി വരുന്ന, അതായത് ജനറൽ വിഭാഗത്തിലും OBC വിഭാഗത്തിലും ഒക്കെ വരുന്നവർക്ക് ഈ ഗ്രാൻഡ് സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്തതുകൊണ്ട് ഫീസ് ഇളവ് നേടിയെടുക്കാനുള്ള സൗകര്യം സെൽഫ് ഫിനാൻസ് കോളേജുകളിൽ ഇല്ല. അവർ പൂർണ്ണമായിട്ടുള്ള തുക ഓരോ വർഷവും നൽകേണ്ടി വരുന്നതാണ്. അപ്പോൾ 4 വർഷം ഏകദേശം 1 ലക്ഷത്തോളം രൂപ നൽകേണ്ടി വരും. കൂടാതെ ഓരോ വർഷവും നിങ്ങൾക്കറിയാം മറ്റു ചിലവുകളിലേക്ക്, ഹോസ്റ്റൽ അടക്കമുള്ള മറ്റു ചിലവുകളിലേക്കെല്ലാം നിങ്ങൾ തുക കണ്ടെത്തേണ്ടി വരും. ഇങ്ങനെയാണ് ഈ ഒരു ഫീസിന്റെ സ്ട്രക്ചർ. LBS സെന്റർ വെബ്സൈറ്റ് വഴി അഡ്മിഷൻ ലഭിക്കുകയാണ് എങ്കിൽ ഗവൺമെന്റ് കോളേജിലും സെൽഫ് ഫിനാൻസ് കോളേജിലും വരുന്നത്. കഴിഞ്ഞ വർഷം ഈ ഒരു ഫീസിൽ ചെറിയ വർധനവ് ഗവൺമെന്റ് വരുത്തിയിട്ടുണ്ട്. ആ ഒരു തുകയാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഈ വർഷം ഫീസിൽ മാറ്റങ്ങളൊന്നും വരില്ല എന്നാണ് പൊതുവെ കണക്കാക്കിയിട്ടുള്ളത്. ഈ വർഷത്തെ LBS BSc നഴ്സിംഗ് അതുപോലെ മറ്റ് പാരാമെഡിക്കൽ അഡ്മിഷനുമായി ബന്ധപ്പെട്ട എല്ലാ വിഭാഗം അഡ്മിഷനുമായി ബന്ധപ്പെട്ടും കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസുകളും അപ്ഡേഷനും ഈ ഒരു ചാനൽ വഴി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകരിക്കുന്നുണ്ട് എങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ഒരു ചെറിയ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഏവർക്കും നന്ദി, നമസ്കാരം.